സുധീരനേക്കാൾ സർക്കാരിൽ സ്വാധീനം വിവാദസ്വാമി സന്തോഷ് മാധവനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ ഭൂമിദാനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും LDF അധികാരത്തിൽ വന്നാൽ വിവാദ തീരുമാനങ്ങൾ റദ്ദാക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ പറഞ്ഞു. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ അവസാനകാലം നടത്തിയ ഭൂമി കുംഭകോണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ VM സുധീരനേക്കാൾ സ്വാധീനം സന്തോഷ് മാധവനാണ്. അതുകൊണ്ടാണ് VM സുധീരൻ എതിർത്തിട്ടും ഭൂമി കുംഭകോണ നടപടികൾ റദ്ദാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്തത്. UDF സർക്കാരിന്റെ അവസാനത്തെ മാസത്തെ മന്ത്രിസഭയെടുത്ത തീരുമാനങ്ങളെല്ലാം അതിന്റെ എല്ലാം പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? അതുകൊണ്ട് ഈ തീരുമാനങ്ങളെക്കുറിച്ചെല്ലാം ഒരു ഉന്നതതല അന്വേഷണം നടത്തണം. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കും. VM സുധീരനുള്ളതിനേക്കാൾ സ്വാധീനം ഈ ഗവൺമെന്റിൽ സന്തോഷ് മാധവനാണ്. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത്. LDF അധികാരത്തിൽ വന്നാൽ കോർപ്പറേറ്റുകളെയും സ്വകാര്യ മുതലാളിമാരെയും സഹായിക്കുന്ന ഭൂമി ഇടപാട് സംബന്ധിച്ച് UDF സർക്കാർ കൈക്കൊണ്ട എല്ലാ നടപടികളും റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരഹിതരുള്ള കേരളത്തിലാണ് സർക്കാർ ഭൂമി കുംഭകോണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് LDF സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായാലുടൻ CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF ഘടകകക്ഷികളുടെയും INL-ന്റെയും തീരുമാനങ്ങൾ ആയ ശേഷം PC ജോർജ് അടക്കം LDF-നെ സഹായിക്കുമെന്ന് പറഞ്ഞ 11 കക്ഷികളുടെ കാര്യം പരിഗണിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായി ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും ഞായറാഴ്ച ദില്ലിയിലേക്ക് പോകും. ഇരവിപുരത്തിന് പകരം ലീഗിന് നൽകേണ്ട സീറ്റിന്റെ കാര്യത്തിൽ ഇന്ന് നടന്ന ചർച്ചയിൽ ധാരണയായില്ല. ഇരവിപുരത്തിന് പകരം കരുനാഗപ്പള്ളി വേണമെന്ന നിലപാടിലാണ് ലീഗ്. കരുനാഗപ്പള്ളി വിട്ടു നൽകാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചു. കുന്നമംഗലം വിട്ടു നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ലീഗും നിരാകരിച്ചതോടെ ചർച്ചയിൽ സമവായമായില്ല. കോൺഗ്രസ് പട്ടിക ഈ മാസം 31-നകം പ്രഖ്യാപിക്കുമെന്ന് സുധീരൻ പറഞ്ഞു. 26-ാം തീയതിയോടുകൂടി ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് 27-ന് ഞങ്ങൾ 3 പേരും കൂടെ ഡൽഹിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. 27-ന് വൈകിട്ട് 28, 29, 30 തീയതികളിലായി ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയും തുടർന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും അതിൽ പങ്കെടുത്ത് 31 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. അതേസമയം ഇടുക്കി പീരുമേടിൽ ഹോപ്സ് പ്ലാന്റേഷന് ഭൂമി പതിച്ചു നൽകിയത് പിൻവലിക്കണമെന്ന് VM സുധീരൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഇടുക്കി DCCയും ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുധീരൻ സമ്മർദ്ദം ചെലുത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വന്തം താൽപ്പര്യം പ്രതിഫലിപ്പിക്കാനാണെന്ന നിലപാടിലാണ് ഗ്രൂപ്പ് നേതൃത്വം. ഈ അഭിപ്രായ വ്യത്യാസം സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോകമെമ്പാടുമുള്ള നവമാധ്യമങ്ങളിലെ പ്രേക്ഷകരെ തത്സമയം അഭിസംബോധന ചെയ്ത് പിണറായി വിജയൻ. ഫേസ്ബുക്കിലൂടെ നടന്ന തത്സമയ സംവാദത്തിൽ ലക്ഷങ്ങളാണ് പിണറായിയെ കേൾക്കാനെത്തിയത്. നെറികെട്ട വർത്തമാനകാലത്ത് നിന്നും കേരളത്തെ വിമോചിപ്പിക്കും എന്ന നിശ്ചയദാർഢ്യമാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പിണറായി വിജയനിൽ കണ്ടത്. കേരളത്തിന് തീരാക്കളങ്കം സൃഷ്ടിച്ച അഴിമതി വീരന്മാരെ തുറുങ്കിലടയ്ക്കുമോ എന്നതായിരുന്നു ആദ്യ ചോദ്യം. ചെറുതെങ്കിലും സ്പഷ്ടമായ ആ മറുപടിയിൽ എല്ലാം അടങ്ങിയിരുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചവർക്ക് LDF ഗവൺമെൻറ് ഒരു പേടി സ്വപ്നമായിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ രാഷ്ട്രീയ എതിരാളികളോട് കാണിക്കുന്നതിനായിരിക്കില്ല LDF ഗവൺമെൻറ് നിലകൊള്ളുക. വിലത്തകർച്ച മൂലം ദുരിതം നേരിടുന്ന കർഷകരെ സംരക്ഷിക്കാൻ LDF പ്രതിജ്ഞാബദ്ധമാണെന്ന് പിണറായി മറുപടി നൽകി. ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കഴിയാവുന്ന എല്ലാ മേഖലകളിലും PSC വഴിയായിരിക്കണം നിയമന പ്രക്രിയ എന്നതാണ് LDF നിലപാടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മദ്യനിരോധനമല്ല മദ്യവർജനമാണ് LDFന്റെ നയം. പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനമല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർക്കശ്യക്കാരനായി മുദ്ര കുത്തുന്നതിനെതിരെ പിണറായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതെല്ലാം ചിലർ ചാർത്തിത്തരുന്ന വിശേഷങ്ങളാണ്. ചിലരെ ചിലതായിട്ട് ചിത്രീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ചിലർക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി വന്ന ഒരു വിശേഷണമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. കേരളത്തിലേക്ക് വിഷപ്പച്ചക്കറി കൊണ്ടുവരുന്നത് തടയാൻ ഏജൻസികളെ ഏൽപ്പിക്കുന്നതാണ് അഭികാമ്യം. വിഷപ്പച്ചക്കറി വിതരണം ചെയ്താൽ ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി തത്സമയം പിണറായി സംവദിച്ചത് ഒരു നവ്യ അനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാഥികനും നടനുമായ VD രാജപ്പൻ അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം.
50-ലേറെ ഹാസ്യകഥാപാത്രങ്ങളെ അവിസ്മരണീയനാക്കിയ കോട്ടയം പേരൂർ വേലിക്കുഴിയിൽ ദേവദാസ് രാജപ്പൻ എന്ന വി.ഡി. രാജപ്പൻ കുറേ നാളുകളായി വിവിധ അസുഖങ്ങളാൽ അവശനായിരുന്നു. മാർച്ച് 8-നാണ് പക്ഷാഘാതത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ആഴ്ചയോളമായി തുടരുന്ന ചികിത്സയ്ക്കിടെ ഹൃദയാഘാതമുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ ഡോക്ടർമാർ ഏറെ പരിശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:05 ആ അനുഗ്രഹീത കലാകാരൻ മരണത്തിന് കീഴടങ്ങി. ഭാര്യ സുലോചന, മക്കൾ രാജേഷ്, രാജീവ് എന്നിവരും മരണസമയത്ത് അരികിലുണ്ടായിരുന്നു. മൃതദേഹം ഇപ്പോൾ കോട്ടയം പേരൂരിലെ വീട്ടിലാണുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. അക്ഷരനഗരിയിലെ പൗരസമൂഹം വി.ഡി. രാജപ്പന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. വി.ഡി. രാജപ്പന്റെ വിയോഗത്തിലൂടെ അക്ഷരനഗരിക്ക് നഷ്ടമായത് ഇടതു സഹയാത്രികനെയാണ്. പാരഡി ഗാനങ്ങളുടെ അപ്പോസ്തലനായ വി.ഡി. രാജപ്പൻ ചിരിയുടെ തിരയടിപ്പിച്ച ആ വേദികളും അദ്ദേഹത്തിന്റെ സൃഷ്ടികളും നിധി പോലെ ജനമനസ്സുകളിൽ നിന്നും സൂക്ഷിക്കപ്പെടും. ടി.പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഹാസ്യ കഥാപ്രസംഗങ്ങളിലൂടെ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വി.ഡി. രാജപ്പൻ മലയാളത്തിലെ സിനിമാ പാരഡി ഗാനങ്ങളുടെ ഉപജ്ഞാതാവ് കൂടിയാണ്. മലയാളിയെ കുടുകുട ചിരിപ്പിച്ച വി.ഡി. രാജപ്പൻ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വെള്ളിത്തിരയിലും മിന്നുന്ന താരമായി. വി.ഡി. രാജപ്പൻ മലയാളിക്ക് നൽകിയ സംഭാവനകളെ വ്യത്യസ്തമായി കാണണം നമ്മൾ. ആ വ്യത്യസ്തത തന്നെയാണ് വി.ഡി. രാജപ്പൻ എന്ന കലാകാരനെ സൃഷ്ടിച്ചതും. മലയാള ഹാസ്യലോകത്ത് പാരഡി എന്ന പുതുമയിലൂടെ ഒരു ഹാസ്യ വിപ്ലവം തന്നെയാണ് വി.ഡി. സൃഷ്ടിച്ചത്. 80കളിൽ സാംബശിവനും കെടാമംഗലവുമൊക്കെ സൃഷ്ടിച്ച കഥാപ്രസംഗത്തിന്റെ ഗൗരവ വഴികളിൽ നിന്നും ഹാസ്യത്തിന്റെ കഥാകഥനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി രാജപ്പൻ. കാറും കോഴിയും പട്ടിയുമൊക്കെ വി.ഡി. രാജപ്പന്റെ കഥകളിൽ നായകന്മാരായി. കോട്ടയത്തു നിന്നും ഇന്ത്യ മുഴുവനും, പിന്നീട് ചുരുങ്ങിയ കാലം കൊണ്ട് ഗൾഫും യൂറോപ്പും അമേരിക്കയും എന്നു വേണ്ട മലയാളികളുള്ള എല്ലായിടത്തും വേദികൾ കൈയടക്കാൻ വി.ഡി. എന്ന സാധാരണക്കാരന് എങ്ങനെ കഴിഞ്ഞു? കോട്ടയം ചന്തയിലെ ബാർബർ ഷാപ്പിൽ നിന്ന് തുടങ്ങുന്നു ആ കലാജീവിതം. രാജപ്പന്റെ ഭാവനയിൽ വിരിഞ്ഞ ഹാസ്യഗാനങ്ങൾ കേൾക്കാൻ ദിനവും കടയ്ക്ക് മുന്നിൽ ആളുകൂടി. ഒരു ദിവസം രാജപ്പന്റെ പാട്ട് കേൾക്കാനെത്തിയ മിസസ് കെ.എം. മാത്യു രാജപ്പനെ വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചു. രാജപ്പൻ എന്ന കലാകാരനെ പുറം ലോകമറിഞ്ഞത് അന്നു മുതലായിരുന്നു. തുടർന്ന് വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള പ്രയാണം. മലയാളികളോട് കഥ പറഞ്ഞ് രാജപ്പൻ ലോകത്തിന്റെ എല്ലാ മൂലയിലുമെത്തി. ചികയുന്ന സുന്ദരിയും മാക്കും അക്കിടിപ്പാക്കരനുമൊക്കെ രാജപ്പനെ ഹാസ്യ ചക്രവർത്തിയാക്കി. അങ്ങനെ ഒരു ദിവസം രാജപ്പൻ സിനിമാ നടനുമായി. ആദ്യം അഭിനയിച്ച കാട്ടുപോത്ത് റിലീസായില്ലെങ്കിലും അത് രാജപ്പന് ശകുനപ്പിഴയായില്ല. പിന്നീട് പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെല്ലാം രാജപ്പന്റെ ഹാസ്യത്തിന് അർഹിച്ച ശ്രദ്ധ കിട്ടി. കുസൃതിക്കാറ്റും മുത്താരംകുന്ന് പിയോയും രാജപ്പനെ സിനിമയുടെ ഇഷ്ടതാരമാക്കി. സിനിമയിലും സിനിമയ്ക്കകത്തും പുറത്തും രാജപ്പന് നിറയെ ആരാധകരുണ്ടായി. സാക്ഷാൽ പ്രേം നസീറായിരുന്നു രാജപ്പന്റെ ആരാധകരിൽ മുൻപൻ. സെറ്റിലുണ്ടെങ്കിൽ രാജപ്പനെ കൊണ്ട് കഥ പറയിക്കാതെ പ്രേം നസീർ വിടില്ല. സിനിമയിലും വേദികളിലും നിറഞ്ഞു നിൽക്കുമ്പോഴും നാട്ടുനന്മയുടെ ചിരി രാജപ്പനെ വിട്ടുപോയില്ല. ആരെയും കയ്യേച്ച് സഹായിക്കാൻ മടിയുണ്ടായില്ല രാജപ്പന്. ആ രാജപ്പനോട് എന്നാൽ അവസാന കാലത്ത് വിധി സഹതാപം കാണിച്ചില്ല. രോഗം പിടികൂടിയതോടെ രാജപ്പന്റെ ജീവിതത്തിലെ അരങ്ങിൽ നിന്ന് ആളൊഴിഞ്ഞു. സമ്പാദിക്കാനറിയാത്ത കലാകാരന്റെ ദുരവസ്ഥയ്ക്ക് രാജപ്പനും പാത്രമായി. വി.ഡി. രാജപ്പൻ മറഞ്ഞുപോയെങ്കിലും ഹാസ്യലോകത്ത് രാജപ്പനെ പോലൊരു കലാകാരൻ വേറെ ഉണ്ടാവില്ല. രാജപ്പന് മുൻപും പിൻപും. ന്യൂസ് ഡെസ്ക്. കലാഭവൻ മണിയുടെ മരണത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘം രൂപീകരിക്കും. അതേസമയം തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത മണിയുടെ സഹായികളായ അരുൺകുമാർ, വിപിൻ, മുരുകൻ എന്നിവരെ വിട്ടയച്ചു. കലാഭവൻ മണിയുടെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കാത്തതിനാലാണ് ഇക്കാര്യം പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നത്. മണിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് പുറമെ ഫോറൻസിക് വിദഗ്ധരും രാസപരിശോധനാ വിഭാഗത്തിലെ വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് സംഘം. കീടനാശിനി ശരീരത്തിൽ എത്തിച്ചേർന്നുവെന്ന് കണ്ടെത്തിയെങ്കിലും അളവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാക്കനാട്ടെ ഫോറൻസിക് ലാബിനോട് അളവ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമാവും മരണകാരണം സംബന്ധിച്ച നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. 1.5 ആഴ്ചയായി പോലീസ് ചോദ്യം ചെയ്തു വന്നിരുന്ന മണിയുടെ 3 സഹായികളെ ഇന്നലെ അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മുരുകൻ, അരുൺ, വിപിൻ എന്നിവരെയാണ് വിട്ടയച്ചത്. എന്നാൽ എല്ലാ ദിവസവും ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശം നൽകി. ആത്മഹത്യ, കൊലപാതകം എന്നിവയ്ക്ക് തെളിവുകൾ ലഭിക്കാത്തതിനാൽ സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബി.ജെ.പി. പിന്തുണയോടെ PDP നേതാവ് മെഹബൂബ മുഫ്തി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായേക്കും. ഇന്ന് ശ്രീനഗറിൽ ചേർന്ന PDP നിയമസഭാ കക്ഷി യോഗത്തിൽ മെഹബൂബ മുഫ്തിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. 2 ദിവസം മുൻപ് മെഹബൂബ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ജമ്മു കാശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകും
മെഹബൂബ. ഹൈദരാബാദിൽ സെമിനാറിൽ സംസാരിക്കുന്നതിനിടെ JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാറിനെതിരെ ചെരുപ്പേറ് ഗോസംരക്ഷണ പ്രവർത്തകനായ സുരേഷ് കുമാറാണ്. ചെരുപ്പെറിഞ്ഞത് കനയ്യകുമാർ ദേശദ്രോഹിയാണെന്നും ഇതുപോലെയുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കരുതെന്നും പറഞ്ഞായിരുന്നു ആക്രമണം. പോലീസെത്തി ചെരുപ്പെറിഞ്ഞയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമാണ് സെമിനാർ തുടർന്നത്. ഹൈദരാബാദ് സർവകലാശാലയിൽ പ്രതിഷേധമുയർത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള VCയുടെ പ്രതികാര നടപടി തുടരുന്നു. ഹോസ്റ്റലിലേക്കുള്ള വെള്ളവും ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിച്ചു. സർവകലാശാലയ്ക്ക് അകത്ത് മാധ്യമങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും വിലക്കി VC അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. സമരത്തിൽ പിന്തുണയുമായി എത്തിയ കനയ്യകുമാറിനെ സർവകലാശാലയ്ക്കകത്ത് അധികൃതർ പ്രവേശിപ്പിച്ചില്ല. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലാണ് ഹൈദരാബാദ് സർവകലാശാല. രോഹിത് വെമുലയുടെ മരണത്തിന് കാരണക്കാരനായ വൈസ് ചാൻസലറെ ജോലിയിൽ പ്രവേശിപ്പിച്ചതിനെതിരെ സമരം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ അധികൃതരുടെ പീഡനം തുടരുകയാണ്. ഹോസ്റ്റലിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും ഇന്റർനെറ്റ് സൗകര്യവും വിച്ഛേദിച്ചു. ഹോസ്റ്റൽ മെസ് പൂർണ്ണമായി അടച്ചുപൂട്ടി. പട്ടിണിയിലായ വിദ്യാർത്ഥികൾ പുറത്ത് ഭക്ഷണം പാകം ചെയ്തു. എന്നാൽ പൊതുസ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്തെന്നാരോപിച്ച് 51 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയുധധാരികളായ 100 കണക്കിന് പോലീസുകാരെയാണ് സർവകലാശാലയിൽ വിന്യസിച്ചിരിക്കുന്നത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെപ്പോലും സർവകലാശാലയ്ക്കകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. മാധ്യമങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും പുറത്തുനിന്നുള്ള ആരെയും സർവകലാശാലയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി VC അപ്പാറാവു ഉത്തരവിറക്കി. ഇപ്പോൾ VC 4 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിക്ക്. മൂവ്മെന്റിനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നീക്കമാണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന്. സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനെത്തിയ കനയ്യകുമാറിനെയും അധികൃതർ സർവകലാശാലയ്ക്ക് മുമ്പിൽ തടഞ്ഞു. സർവകലാശാല കവാടത്തിന് മുന്നിൽ വെച്ച് കനയ്യ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അധികാരം ഉപയോഗിച്ച് തടയാമെങ്കിലും തങ്ങളുടെ ശബ്ദം തടയാനാകില്ലെന്ന് കനയ്യ പറഞ്ഞു. സർവകലാശാലകളെ സർക്കാർ ജയിലുകളാക്കി മാറ്റാമെന്ന് കരുതേണ്ടെന്നും കനയ്യ കൂട്ടിച്ചേർത്തു. രോഹിത്തിന്റെ മാതാവ് രാധികയുമായി കൂടിക്കാഴ്ച നടത്തിയ കനയ്യ രോഹിത്തിന്റെ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ തുടർച്ചയാണ് JNUവിലെന്നും അറിയിച്ചു. സർവകലാശാലയിലെ അധ്യാപകരും വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വകാര്യ കോളേജ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ ഗൾഫിലെ ബിസിനസ് തർക്കമാണെന്ന് ബന്ധുക്കൾ. ഗൾഫിലെ മുൻ ബിസിനസ് പങ്കാളിയാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും മോചനദ്രവ്യമായി ഇയാൾ 16 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും വിദ്യാർത്ഥിയുടെ പിതാവ് PA മുഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മോചനദ്രവ്യം നൽകാമെന്നേറ്റതോടെ വിദ്യാർത്ഥിയെ പൊള്ളാച്ചിയിൽ ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെടുകയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കോളേജിലെ 1ാം വർഷ BBA വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശി ഫിറാസത്തിനെയാണ് ബുധനാഴ്ച പുലർച്ചെ 6-ന് കാറിലെത്തി സംഘം തട്ടിക്കൊണ്ടുപോയത്. ഫോണിൽ വിളിച്ച് കാക്കനാട്ടെ ഹോസ്റ്റലിന് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പുറത്തു വന്നതായിരുന്നു ഫിറാസത്ത്. തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകൾക്കകം KT റബിയുള്ള എന്ന മുൻ ബിസിനസ് പങ്കാളി ഗൾഫിലെ വ്യവസായിയായ ഫിറാസത്തിന്റെ പിതാവ് PA മുഹമ്മദിനെ ഫോണിൽ വിളിച്ച് 16 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി കൊച്ചിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദും ബിസിനസ് പാർട്ട്ണറുമായ അബ്ദുൾ ലത്തീഫും പറയുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു. ദുബായിൽ നിന്ന് ഒരു കക്ഷി. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങളെ കുട്ടീനെ ഞാനാണ് തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ കുട്ടീനെ തിരിച്ച് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന 16 കോടി രൂപ നിങ്ങൾ നൽകണം. അതിൽ 3 കോടി രൂപ 24 മണിക്കൂർ കൊണ്ട് കൊട്ടേഷൻ സംഘത്തിന് കൊടുക്കാനുള്ള 3 കോടി രൂപ 24 മണിക്കൂർ കൊണ്ട് നൽകണം എന്നുമാണ് ഡിമാൻഡ്. അപ്പോൾ ഇതിൽ പിന്നിൽ ഗൾഫിലുള്ള ഒരു വ്യവസായി KT റബിയുള്ള എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ബോർഡ് പരീക്ഷയ്ക്ക് ഫിറാസത്ത് എത്താത്തതിനെ തുടർന്ന് സംശയം തോന്നിയ കോളേജ് അധികൃതരാണ് ഇൻഫോ പാർക്ക് പോലീസിന് വിവരം അറിയിച്ചത്. പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു. മോചനദ്രവ്യം നൽകാമെന്ന് സമ്മതിച്ചതോടെ പൊള്ളാച്ചിയിൽ ഉപേക്ഷിച്ച ഫിറാസത്തിനെ പോലീസ് തിരികെ നാട്ടിലെത്തിച്ചു. തട്ടിക്കൊണ്ടുപോയ സംഘത്തിലുള്ളവരെ തിരിച്ചറിയാനായി ഫിറാസത്തിനെ പോലീസ് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് PA മുഹമ്മദും റബിയുള്ളയും ബിസിനസ് ബന്ധം വേർപിരിയുമ്പോൾ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ അതൃപ്തനായ റബിയുള്ളയുടെ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിന് പിന്നിലെന്ന് മുഹമ്മദ് ആരോപിക്കുന്നു. വിലപേശൽ പതിവാക്കിയ റബിയുള്ളയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.